ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരു വാൾ ഡെക്കോർ ഉണ്ടാക്കാനായിട്ടാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിന് ഒരേ ഒരു പേപ്പർ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ മടക്കലും വെട്ടലും ആണ് കേട്ടോ. ഇതേപോലെ വരച്ചിട്ട് വെട്ടലാണ്. അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ചെയ്യണം കുറച്ചിട്ട് ചെയ്ത് നിങ്ങൾക്ക് പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. ഞാനത് നിങ്ങൾക്ക് പെൻസിലോ പെണ്ണോ വെച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കളർ പേപ്പർ ചെയ്യാം, പിന്നെ പ്രിൻ്റ് എടുത്തിട്ട് അതിലോട്ട് ഒട്ടിക്കാം. അങ്ങനെയൊക്കെ കുറേ ഐഡിയാസ് ഉണ്ട്. ഇതേപോലെ തന്നെ ലൈനായി കൃത്യമായിട്ട് വരച്ച് നിങ്ങൾക്ക് നല്ല രീതിക്ക് കിട്ടും. ലൈറ്റായിട്ട് വരച്ചാൽ കുഴപ്പമില്ല, ഡാർക്കായിട്ട് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. കവാ സ്റ്റിക്കർ ഒട്ടിച്ചാലും മതി നിങ്ങൾക്ക്. കവാ സ്റ്റിക്കറോ ഞാനിപ്പോൾ പാടാം കേട്ടോ വരച്ചേക്കണേ. കവാ സ്റ്റിക്കർ, നിങ്ങളുടെ പേര്, ഒരാളെ വരയ്ക്കുക, അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു ഐഡിയ ആണിത്. ജസ്റ്റ് ഡെക്കോറാണ് കുറച്ചും കൂടി. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് പറയാം. ഡെസ്ക് ഡെക്കോറോ അങ്ങനെ വാൾ ഡെക്കോറോ അങ്ങനെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതേപോലെ വരച്ചാൽ മതി. ഗായ്സ്, ഇതേപോലെ വരയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞവിടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇതേപോലെ കൃത്യം മടക്കമൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതേപോലെ വെച്ചിട്ട് മറ്റേ ബോക്സ് വെട്ടിയെടുക്കണം കേട്ടോ. വെട്ടിയെടുക്കുക, 4 ബോക്സും വെട്ടിയെടുക്കുക കേട്ടോ. വെട്ടിയെടുത്ത് കഴിയുമ്പോൾ അതേപോലെ നിങ്ങൾക്ക് കിട്ടും. ഇതൊരു ഫ്രെയിമാണ്. ഞാൻ പറഞ്ഞില്ലേ, കളർ പേപ്പർ എടുക്കുവാണെങ്കിൽ കളർ പേപ്പർ എടുക്കാം, പിന്നെ പ്രിൻ്റ് എടുക്കുവാണെങ്കിൽ പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് 3D ആണെങ്കിൽ വേണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ സ്റ്റാർസ് ലൈക്ക് അങ്ങനത്തെ സാധനങ്ങളില്ലേ 3D ഉള്ള, അതൊക്കെ നിങ്ങൾ അതിൻ്റെ ഫ്രെയിമിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചൊടിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മേളിൽ കൂടെ നിങ്ങൾ വരച്ചാൽ മതി. അപ്പോൾ ശരിയാവും കേട്ടോ ഗൈസ്. 3D നമുക്ക് വേണമെങ്കിൽ ക്യൂട്ടസ്റ്റ് എസ്തറ്റിക് അങ്ങനെ കവാസ്റ്റിക് നിങ്ങൾക്ക് ഇതെന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഫ്രെയിം ആയാൽ മതി, ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാൻ പേർക്കാലം പടമാണ് വരച്ചത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ നിങ്ങൾക്ക് വേണ്ട എങ്ങനെയാണ് അതേപോലെ ചെയ്താൽ മതി. ബ്ലാക്ക് മറ്റോ കവാ സ്റ്റിക്കറാണ് കവാ സ്റ്റിക്കർ മറ്റോ, നോർമൽ സ്റ്റിക്കറാണ് നോർമൽ സ്റ്റിക്കർ മറ്റോ, 3D ആണ് പേപ്പർ സ്റ്റാറോ അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് ബ്ലാങ്ക് ആണെങ്കിൽ നിങ്ങളുടെ പേര് അങ്ങനെ എഴുതാൻ വെച്ചാൽ അങ്ങനെ എഴുതിയിട്ട് അവിടെ വെച്ചാൽ മതി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം. നീട്ടി പറഞ്ഞ കാര്യമില്ലല്ലോ.
ഇതേപോലെ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് വരയ്ക്കണം. വരയ്ക്കാൻ തുടങ്ങാം. ആദ്യം ആ സ്കെയിലിന് കവറോട്ടിന് സ്കെയിൽ എടുത്തിടാം. അപ്പോൾ ഗൈസ്, ഞാൻ വരയ്ക്കുന്നത് കുറച്ച് ഫ്ലവേഴ്സ്, ലൈക്ക് ഒരു ഫ്ലവറാണ്. ഇതേപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം, ഞാൻ പറഞ്ഞില്ല ഇഷ്ടമുള്ള പടം, അങ്ങനെ കുറേ ഐഡിയാസ്, നിങ്ങൾക്ക് ഏത് ഐഡിയാസാണ് എനിക്ക് ഗെയിം ബോർഡ് പോലെ വരയ്ക്കാം. ഇത് ഫ്രെയിമായിട്ട് വയ്ക്കാം, എന്നിട്ട് എടുത്തിട്ട് കളിക്കാം. ഇതൊക്കെ ചെയ്യാം. ഇതൊരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഡെക്കോർ, വാൾ ഡെക്കോർ ഒക്കെ പറയുന്നതിൻ്റെ പേര്. ഇത് ഡെസ്ക് ഡെക്കോർക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. വാൾ ഡെക്കോറൊക്കെ ഞാൻ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ സ്പെഷ്യാലിറ്റി ഒരേ ഒരു A4 സൈസ് പേപ്പർ മാത്രം മതി. ഇത് കുറേ ഒന്നിച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 3 കണക്ക് ഒന്നിച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ നല്ല നമ്മൾ വാൾ പോസ്റ്റൊക്കെ വാങ്ങിക്കില്ലേ, അതേപോലെ ചെറുതോ വലുതൊക്കെ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള സൈസിൽ, ഇഷ്ടമുള്ള വലുപ്പത്തിൽ, ഇഷ്ടമുള്ള ഷേപ്പിൽ പറ്റില്ല. ട്രൈ ചെയ്യാം. ഈ റെക്റ്റാങ്കിളിൽ മാത്രമായിട്ട് പറ്റത്തുള്ളൂ. സ്ക്വയർ ആയ റെക്റ്റാങ്കിളാണ് പറ്റത്തുള്ളൂ. ഓക്കെ, വട്ടത്തിലൊന്നും പറ്റുമോയെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും റെക്റ്റാങ്കിൾ സ്ക്വയർ വയ്ക്കും. ഞാൻ റെക്റ്റാങ്കിൾ സ്ക്വയറാണ് ചെയ്തിട്ടുള്ളൂ. സ്മോൾ, ബിഗ്, നല്ല വലുതും നല്ല ചെറുതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെ എടുക്കാട്ടോ. അടുത്ത് നിങ്ങൾക്ക് വല്ല ഗ്രീറ്റിംഗ് കാർഡ് അങ്ങനെ വേണമെങ്കിൽ വല്ല ഐഡിയ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വീഡിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് പെയിൻറ്റോ ബ്രഷ് പെന്നോ കളറോ സാധാ ഫാബ്രിക്കോ കളറോ ബ്രഷ് പെന്നോ ഈ പ്ലാസ്റ്റിക് ക്രയോൺസോ വാട്ടർ കളറോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വെട്ടിയിട്ട് മതി. ഇൻട്രസ്റ്റിൽ പോയി നോക്കിയിട്ട് ഇൻട്രസ്റ്റ് ആപ്പിൽ പോയിട്ട് നമുക്കതെല്ലാം നോക്കാമല്ലോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്യൂട്ട് സാധനമൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. പേപ്പർ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ വരച്ചിട്ടുണ്ട്. നമുക്കിനി ഞാൻ അപ്പോൾ തൽക്കാലം ബ്രഷ് പെന്നും വെച്ചാണ് കൊടുക്കുന്നത്. ഞാൻ ഓറഞ്ചാണ് ആദ്യം കൊടുക്കുന്നത്. ഓറഞ്ചും പിങ്കും ആണ് ഈ ഫ്ലവേഴ്സിൻ്റെ ഞാൻ കളർ കൊടുത്തത്. എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ലാസ്റ്റ് ഔട്ട്പുട്ട് കണ്ട് എങ്ങനെയാണെന്ന് പറയണം. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫ്ലവറിൻ്റെ തുളിപ്പൊക്കെ വരയ്ക്കട്ടെ. തുളിപ്പ്, ആന്തൂറിയം, ബന്ദി, ലില്ലി, അങ്ങനെയൊക്കെ കുറേ ഫ്ലവേഴ്സ് ഐഡിയ, ലോട്ടസ്, അങ്ങനെയൊക്കെ കുറേ ഫ്ലവേഴ്സ് ഐഡിയ ഉണ്ട്. അങ്ങനെ ഞാൻ ക്യൂട്ടായിട്ട് പറഞ്ഞുതരാം. കവാസിക്കിൾ ഗേൾസ് അതിൽ വരയ്ക്കാം, സ്റ്റാർസിനെ വരയ്ക്കാം, മൂന്ന് വരയ്ക്കാം,
അങ്ങനെ ക്യൂട്ടായിട്ട് ടെഡീസിനെ വരയ്ക്കാം, റാബിറ്റിനെ വരയ്ക്കാം, അങ്ങനെയൊക്കെ വരയ്ക്കാം. നമുക്ക് പിൻട്രസ്റ്റ് ആപ്പിൽ പോയി നോക്കിയിട്ട് അത് പ്രിൻ്റ് എടുത്തിട്ട് കൊണ്ടുപോയിട്ടിരിക്കാം. നീ അങ്ങനത്തെ വലിയ പേപ്പർ വാങ്ങിയിട്ട് ചെറിയ അതിൻ്റെ ഉള്ളിലത്തെ പടമൊക്കെ വലുതാക്കി എടുത്തിട്ട് എന്തായാലും കുറച്ച് വൈറ്റ് ബ്ലാങ്കായിട്ട് വിടണം. എന്നിട്ട് ഇതേപോലെ ഫ്രെയിം ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ കുറേ 3D ആണെങ്കിൽ 3Dയുടെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും തൊടുമ്പോഴൊക്കെ അങ്ങനെ 3D ആയിരിക്കും. പേപ്പർ സ്റ്റാർ അങ്ങനത്തെ 3D സാധനം ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതാവും. പിങ്കും അങ്ങനെ ഞാൻ ഓറഞ്ച് റെഡും പിന്നെ പിങ്കും അതും അങ്ങനെ ചെയ്യാം. സോ നമുക്ക് പശ ഇല്ലെങ്കിൽ സെലോ ടേപ്പ്, ഞാൻ സെലോ ടേപ്പ് പശ വേണ്ട വരില്ല. ഞാൻ സെലോ ടേപ്പാണ് ഒട്ടിച്ചത്. സെലോ ടേപ്പ് ഇല്ലാത്തവർ പശം വെച്ച് ചെയ്താലും മതി കേട്ടോ. മാസ്കിൻ്റെ ടേപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഒട്ടിക്കാൻ. ഫുള്ള് വരച്ച് ചെയ്യട്ടെ. ഫ്ലവേഴ്സിൻ്റെ പേരൊന്നും എനിക്കൊന്നും അറിയില്ല. പേര് മനസ്സിൽ തന്നെ ഫ്ലവേഴ്സിനെ വരച്ചു അതിൽ കളർത്ത്. നമുക്ക് ഈ 2 കളർ മാത്രമാണ് ഞാൻ ഫ്ലവേഴ്സിന് കൊടുക്കുന്നുള്ളൂ. ഇത് പെയറായിട്ടാണ് റെഡും ഓറഞ്ചും റെഡും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും അങ്ങനെയാണ്. മജന്തയും ലൈറ്റ് പിങ്കും അങ്ങനെയാണ് കൊടുക്കാനായിട്ട്. ഡാർക്ക് പിങ്ക് തോന്നുന്നു മജന്ത കുറവുണ്ട്. അത് കുറച്ച് ഓറഞ്ച് ഫുൾ അടിച്ചിട്ട് പിന്നെ പിങ്ക് അടിക്കാം കേട്ടോ. എനിക്കിഷ്ടമുള്ള കളർ അടിക്കാൻ ഞാൻ കൂടി പറയണം. ഇഷ്ടമുള്ള കളർ അടിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ജേണലിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. നമ്മൾ ഓറഞ്ച് അടിക്കാം. പിന്നെ ഫ്ലോറിന് അതിൻ്റെ മുകളിലിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം. ഓറഞ്ച് എടുത്ത് ഓറഞ്ച് ആവശ്യമില്ലല്ലോ. നമുക്ക് ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിങ്ക് അടിക്കാം കേട്ടോ. എൻ്റെ ഫിദാസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം. ഫിദാസ് വ്ലോഗ്. നമുക്ക് ക്യൂട്ട് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് ക്രോഷിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ക്രോഷിയിൽ നമുക്ക് അങ്ങനെ ക്രോഷ് ചെയ്യണം ഞാൻ കാണിച്ചത്. ഞാനങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഡാർക്ക് പിങ്കിൻ്റെ ഔട്ട്ലൈനായിട്ട് പിന്നെ ഈ ലീവ്സ് ആൻഡ് സ്റ്റെംസിനെ കൊടുക്കാം കേട്ടോ. ഞാൻ സ്റ്റെംസിന് ഡാർക്കും ലീവ്സിന് ലൈറ്റും കൊടുക്കുന്നത്.
ഫേസിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഡാർക്ക് ഗ്രീൻ വെച്ചും എന്താക്കുന്നത് ലൈറ്റ് ഗ്രീനും വെച്ചാണ് അടിക്കുന്നത്, കളർ ചെയ്യുന്നത്. നമുക്ക് ഫുള്ള് സ്റ്റെമ്മിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്ര ഫ്ലവർ ഉണ്ട്? 6 ഫ്ലവേഴ്സിന് നിങ്ങൾക്ക് 10 അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇത്രയും ഇതാക്കും, അത്രയും ഇപ്പോൾ ഗൈസ് നമുക്ക് എന്തായിരുന്നു ഈ ഇലയൊക്കെ ഡാർക്ക് മുറിച്ച് കൊടുക്കാം, ഈ സ്റ്റെമ്മൊക്കെ കൊടുക്കാം കേട്ടോ. വരച്ചിട്ട് ലുക്കായില്ലേ? അതിൻ്റെ ഇതിൽ കൂടെ ലൈറ്റ് ഗ്രീൻ ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ കാണിച്ചു കൊടുത്താൽ മതി. ഒരിക്കലും നിങ്ങൾ ഇഷ്ടമായതുകൊണ്ട് പെട്ടെന്ന് അടിക്കാൻ പറ്റും. ഫുള്ള് ലൂസിന് കൊടുക്കാം. ഫുള്ള് ലൂസിന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അസംബ്ലി മണിക്കൂർ 100 റിയാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടിച്ചത്. ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ കുറച്ച്. നമുക്ക് ഞാൻ ജസ്റ്റ് മാറ്റിയ ഫ്രെയിമൊന്ന് ഒട്ടിക്കാൻ വേണ്ടി സെലോ ടേപ്പ് എടുക്കുക. അതായത് നമ്മൾ ഫുള്ള് കളർ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് എടുക്കാൻ പോയതാട്ടോ, സെലോ ടേപ്പ് ഇങ്ങനെ മുറിച്ച് എടുക്കാൻ പോയതാണ്. അപ്പോൾ കുറച്ചേരം നിന്ന് വയ്ക്കാം, സെലോ ടേപ്പ് മുറിക്കാം കേട്ടോ. പുതിയ ഇങ്ങനത്തെ ഓരോരോ എപ്പിസോഡായിട്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, എനിക്ക് ഓരോന്നോരോന്നായിട്ട് വേറെ വേറെ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. പേപ്പർ ക്രാഫ്റ്റ് എപ്പിസോഡ് വേണോ, അല്ലെങ്കിൽ പെയിൻറ് എപ്പിസോഡ് വേണോ, ഡ്രോയിങ് എപ്പിസോഡ് വേണോ, ഫ്രെയിമിൻ്റെ എപ്പിസോഡ് വേണോ, അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആട്ടോ. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നോക്കാം. മസാല ടൈപ്പ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പറയണം, ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പഠിച്ചോട്ടോ. ഇതൊന്നും കാണാൻ ഞാൻ ഒട്ടിക്കുമായിരുന്നു കേട്ടോ. സെലോ ടേപ്പ് അതിൻ്റെ 2 സൈഡിലെ അതിൻ്റെ നമ്മളിങ്ങനെ മടക്കിയിട്ട് ആ ചെറിയ എന്തായിരുന്നു റെക്റ്റാങ്കിൾ പോലെ ഇരിക്കുന്നത് വലുത് ഒന്നിച്ച് ഒട്ടിക്കണം. അപ്പുറത്തെ സൈഡും അതേപോലെ 4 സൈഡ് ഒട്ടിക്കണം കേട്ടോ. ഈ കാണിക്കണോടെ ഒട്ടിച്ചാൽ മതി. ഇനി ഏത് ടൈപ്പാണ് ഫ്രെയിം വേണ്ടത്, കളർ ഫ്രെയിമാണോ, നോർമൽ ഫ്രെയിമാണോ, അങ്ങനെയൊക്കെ പറയട്ടോ ഗൈസ്. കവായ് സ്റ്റിക്കർ പൊട്ടിക്കാം, കവായ് സ്റ്റിക്കർ ചെയ്ത് നീളമൊക്കെ ഇടാം, അങ്ങനെയൊക്കെ പേപ്പർ ഒട്ടിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല കുറേ ചോയ്സ്. നമുക്ക് പിന്നെ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ഈ വൂളൻ ത്രെഡ് ഇങ്ങനത്തെ കയറൊക്കെ ഇല്ല, അത് വെച്ച് സാധാ പേപ്പർ എടുത്തിട്ട് കളർ പേപ്പറോ അതിങ്ങനെ മുറിച്ചിട്ട് ഈ കോലെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ പോലെ ഉണ്ടാക്കുന്നത്, അത് ഒരു ആർട്ട് ഈ ഫ്രെയിമിന് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ അത് നന്നായിരിക്കും. അതും 3D പോലെ ഇരിക്കും. കാണിച്ചപ്പോൾ ഞാൻ പേപ്പർ സ്റ്റാർ അതൊക്കെ 3D പോലെ ഇരിക്കും. അങ്ങനെ പേപ്പർ നേരെ എടുത്തിട്ട്
ഈ ഒരു സെറ്റൊക്കെ അതിനേക്കാളും നമുക്ക് കുറേ പേപ്പറൊക്കെ വാങ്ങിയിട്ട് ചെയ്യണതാണ് നല്ലത്. പൈസയൊക്കെ കുറവ് കിട്ടും. സെറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഇതായിരിക്കും, അതിൻ്റെ സെറ്റുണ്ട്. ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് നല്ലത്. അതൊക്കെ അങ്ങനെ മുറിച്ചെടുത്തിട്ട് ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായിട്ടൊന്നും കാണാത്തത്. എനിക്ക് എനിക്ക് സ്റ്റെക്കായി പോയതെന്നല്ല, ഞാനത് ഒട്ടിക്കാൻ ഞാൻ പറഞ്ഞ ലെവലിൽ അങ്ങനെ ഒട്ടിച്ചാൽ ഇതേപോലെ കിട്ടും. ഒരു സെല്ലോ ടൈപ്പ് എടുത്തിട്ട് ഡബിൾ സൈഡ് ടൈപ്പ് കൂടെ മണക്കാം. എന്നിട്ട് അതിൻ്റെ പുറകെ ഒട്ടിക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഗൈസ് നമ്മുടെ ഫ്രെയിമായിട്ടുള്ളത്. എനിക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചോ.